ലോക്ക്ഡൌണും ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് വീട്ടിൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. വെറുതെ കിടക്കുന്ന സ്റ്റെപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്താലോ എന്ന്. അപ്പോഴാണ് എനിക്ക് എൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് 2 സ്ട്രിപ്പ് LED കിട്ടിയത്. പിന്നൊന്നും നോക്കിയില്ല, അപ്പം തന്നെ കൊണ്ട് സ്റ്റെപ്പുമ്മ സെറ്റ് ചെയ്തു. ഏകദേശം ഒരു 40 മിനിറ്റോളം ഇരുന്നിട്ടാണ് ഈ സംഭവം ഒന്ന് സെറ്റാക്കി എടുത്തത്. അവസാനം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സംഭവം നമ്മൾ സെറ്റാക്കി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാണ് ശ്രദ്ധയിൽ പെട്ടത്. ഇടയിൽ വെച്ച് കുറച്ച് ബൾബുകളൊന്നും കത്തുന്നില്ല. അപ്പൊ തന്നെ മനസ്സിലായി പണി പാളി. പിന്നെ ഒന്നും നോക്കിയില്ല, ആ സ്ട്രിപ്പ് മാറ്റി വേറൊരു പുതിയ സ്ട്രിപ്പ് എടുത്ത് സെറ്റ് ചെയ്തു. അങ്ങനെ പഴയ സ്ട്രിപ്പ് ഫുള്ള് അഴിച്ചു മാറ്റി നമ്മൾ പുതിയ സ്ട്രിപ്പ് സെറ്റാക്കി. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പക്കയായിട്ട് സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചോളാം, എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു സ്വിച്ച് ഇട്ടുമ്പോൾ കത്താവുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റെയർലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് അത് സ്പെഷ്യലാണെന്ന് അതിലൊന്നും പറയാനില്ല. അപ്പോഴാണ് എനിക്കൊരു PIR സെൻസർ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ സ്റ്റെയർലൈറ്റ് അങ്ങ് ഓട്ടോമാറ്റിക് ആക്കിയാലോ. അതായത് ഒരാൾ ഈ സ്റ്റെപ്പും കൂടെ നടന്നു പോകുമ്പോൾ മാത്രമാണ് ഈ സ്റ്റെയർലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. ആളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ഇത് ഓഫായി എടുക്കും. അപ്പോൾ ആ PIR സെൻസർ നേരെ ഇതുപോലത്തെ ഒരു കേസിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കാനാണ് ഇതുപോലെ ചെയ്യണത്. പിന്നീട് ഇതുപോലൊരു 4 വയർ സ്ലീവ്, അതായത് ഉള്ളിൽ 4 വയർ ഉണ്ടാവും. അതുപോലത്തെ ഒരു വയർ എടുത്തിട്ട് അടി തൊട്ട് സ്റ്റെപ്പിൻ്റെ അടി തൊട്ട് മുകളിൽ വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ നമുക്ക് സെൻസർ വേണം. 2 സ്റ്റെപ്പിന് 2 എൻഡ് പോയിന്റിൽ നമുക്ക് സെൻസർ വേണം. എന്നാലാണ് ഈ സ്റ്റെയർലൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആകെ ഒരു PIR സെൻസർ മാത്രമാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണതുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടൈമിൽ വേറെ ഒരു PIR പർച്ചേസ് ചെയ്യാനുള്ള വേഗം നമുക്കില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ അൾട്രാസോണിക് സെൻസർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു താൽക്കാലികമായിട്ട്. അപ്പോൾ അൾട്രാസോണിക് സെൻസർ ഇവിടെ അടിയത്തെ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക, മുകളിലെ ലാസ്റ്റ് സ്റ്റെപ്പുമ്പോൾ PIR സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ പിന്ന്, ട്രിഗർ, VCC, ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് ഇതൊരു ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവരുത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് മാനറിൽ നോക്കി തന്നെ പക്കയായിട്ട് ചെയ്യുക. കൂടുതലും ജമ്പർ വയർ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ജമ്പർ വയർ ഇല്ലെങ്കിൽ ഇതുപോലെ സോൾഡർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടിയത്തെ സെൻസർ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ സെൻസർ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മുകളിൽ നമുക്ക് PIR സെറ്റ് ചെയ്യാം. PIR പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആകെ 3 പിന്നെ വരണുള്ളൂ. അതിൻ്റെ VCCയും ഗ്രൗണ്ടും പിന്നെ അതിൻ്റെ സിഗ്നൽ വരണ ഔട്ടും. അപ്പോൾ പിന്നെ PIRൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിലേ ടൈമും ഡിസ്റ്റൻസും ഒക്കെ സെൻസറുമായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെൻസർ ഫിക്സ് ചെയ്യണേക്കാളും മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. ഏകദേശം 2 സെൻസർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ അൾട്രാസോണിക്കും മുകളിൽ PIRഉം. ഇവിടെ ബാക്കി എടുക്കുന്നത് ഇതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു മൈക്രോ കൺട്രോളർ വേണം. നമ്മളിവിടെ ആർഡിനോയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിലോട്ട് കുറച്ച് വയറിംഗ് ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് അത് സെറ്റാക്കാം. ഇതിൻ്റെ വയറിങ്ങും കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും സർക്യൂട്ട് ഡയഗ്രാമായിട്ട്. നിങ്ങൾക്കത് നോക്കി ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ആ സംഭവം സെറ്റാക്കി ഇടുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് സ്പീഡായിട്ട്, അതായത് കുറച്ച് ചെറുതായിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ 2 സെൻസറാണ് യൂസ് ചെയ്തത്, അൾട്രാസോണിക്കും PIRഉം. ഇത് നമ്മൾ സ്റ്റെപ്പിൻ്റെ 2 അറ്റങ്ങളിലാണ് യൂസ് ചെയ്തത്. അടിയിൽ അൾട്രാസോണിക്കും മുകളിൽ PIRആണ് വെച്ചാണത്. അപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ ഈ അൾട്രാസോണിക് സെൻസർ ട്രിഗർ ചെയ്യും. ആളിനെ ആ സെൻസറിൻ്റെ ഫീൽഡിൽ ഡിറ്റക്ട് ചെയ്തിട്ട് ട്രിഗർ ചെയ്തിട്ട് ഈ LED കത്തും. ഈ LED കത്തിയിട്ട് ആള് ഈ സ്റ്റെപ്പ് കവർ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടൈം നമ്മൾ പ്രോഗ്രാം ചെയ്യാണ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 14 സെക്കൻഡാണ് വെച്ചത്. 14 സെക്കൻഡ് ഒന്നും ആക്ച്വലി വേണ്ട, ഒരു 8 സെക്കൻഡുള്ളൊക്കെ വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി വരാം. അപ്പോൾ അത്ര ടൈമാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ PIR സെൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ തന്നെ പ്രീസെറ്റ് ഉണ്ട്. അതിൽ വേണം നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആ പ്രോഗ്രാം കോഡ് കൊടുത്തത് റൺ ചെയ്യിച്ചാൽ മതി. പ്രോഗ്രാമിൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കാം. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്ത് അതിൽ വർക്കൗട്ട് ചെയ്യാം. ഇങ്ങനെയാണ് മെയിനായിട്ട് ഈ ഓട്ടോമാറ്റിക് സ്റ്റെയർ കേസ് കത്തണത്. ഗായ്സ്, അപ്പോൾ ഫൈനലി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. PIR നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം, എൻ്റെ കൈ അവിടെ വെച്ചപ്പോഴേക്കും ലൈറ്റ് കത്തി. പിന്നെ അതുപോലെ അടിയിലും സെൻസർ വെച്ചിട്ടുണ്ട്, അവിടെ ഇത് ട്രിഗർ ചെയ്യും. പിന്നെ ഇനി ബാക്കിയുള്ള പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ അടിയിലെ സെൻസർ കാണിച്ചാൽ എങ്ങനെ വർക്ക് ചെയ്യണേന്ന് കണ്ട. മുന്നിലോട്ടൊരു ഒബ്സ്റ്റക്കിൾ വന്നാൽ അപ്പം തന്നെ അത് കത്തും. പിന്നെ ഒരു 14 സെക്കൻഡ് കത്തി നിന്നിട്ടാണ് ഇത് കേടുള്ളൂ. അപ്പോൾ മച്ചന്മാരെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കിടക്കണത് ടെസ്റ്റിങ് മാത്രമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
മച്ചന്മാരെ ഇപ്പോൾ ഈ ചെയ്തണ വർക്ക് നമുക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഈ നിയോ ഫിക്സൽ എന്ന് പറഞ്ഞ LED ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. ആ LED ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ LED സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മുടെ രീതിയിലുള്ള ചേസിങ്ങും കളറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇനി വരും വീഡിയോകളിൽ സെറ്റാക്കി ചെയ്യണതായിരിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.